നമസ്കാരം. ബത്ലഹേമിലെ ആ കൊച്ചു കാലിത്തൊഴുത്തിൽ വിരിഞ്ഞ സ്നേഹത്തിന് കാവൽ നിൽക്കാൻ ദൈവം ഭരമേൽപ്പിച്ചത് തൻ്റെ അധ്വാനത്തിൻ്റെ വിയർപ്പുതുള്ളികൾ പ്രാർത്ഥനകളാക്കി മാറ്റിയ വിശുദ്ധ ഔസേപ്പ് പിതാവിനെയാണ്. പദവികളിലും പ്രശസ്തികളിലുമല്ല, മറിച്ച് വിനയപൂർവമായ സേവനത്തിലും നിശബ്ദമായ അധ്വാനത്തിലുമാണ് മഹത്വമെന്ന് സ്വന്തം ജീവിതം കൊണ്ട് സാക്ഷ്യം വഹിച്ച ആ വലിയ പിതാവിനെയാണ്. തൊഴിലാളികളുടെ മധ്യസ്ഥനായ, തിരുക്കുടുംബത്തിന്റെ കാവൽക്കാരനായ, സർവോപരി ദൈവത്തിന്റെ കണ്ണിൽ നീതിമാനാണെന്ന് വിളിക്കാൻ ഭാഗ്യം ലഭിച്ച, വളരെ ചെറുപ്രായത്തിൽ തന്നെ ജീവിതാനുഭവങ്ങളിലൂടെ ഔസേപ്പ് പിതാവിനെ അനുഭവവേദ്യമാകാൻ ഭാഗ്യം ലഭിച്ച ഒരാളാണ് ഞാൻ. കഠിനാധ്വാനിയായ ഒരു കൃഷിക്കാരനായിരുന്ന എൻ്റെ പിതാവ് ഔസേപ്പ് പിതാവിനെ പ്രാർത്ഥനയോടെ സ്മരിക്കാതെ വളരെ ചെറിയ ജോലികൾക്ക് പോലും പോയിരുന്നില്ല. അധ്വാനത്തിന്റെ മഹത്വം മനസ്സിലാക്കുന്നതാണ് ഒരു കുടുംബത്തിന്റെ കാവൽക്കാരനാവാൻ ഏറ്റവും അടിസ്ഥാനമെന്ന് മനസ്സിലാക്കിയിരുന്നതായി അദ്ദേഹം എപ്പോഴും നമ്മളോട് പറയാറുണ്ടായിരുന്നു. പിന്നീട് നല്ല മരണത്തിന്റെ മധ്യസ്ഥനായ ഔസേപ്പ് പിതാവിന്റെ കരം പിടിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇഹലോകത്തിൽ നിന്ന് വേർപിരിഞ്ഞത്. ഈ ജീവിതാനുഭവങ്ങളെ സാക്ഷി നിർത്തി വിശുദ്ധ ഗ്രന്ഥത്തിലുടനീളം ഔസേപ്പ് പിതാവിനോടൊപ്പം സഞ്ചരിക്കുമ്പോൾ, ദൈവപുത്രനായ ഈശോ മിശിഹായോടൊപ്പം സഞ്ചരിക്കുമ്പോൾ, ഈശോ മിശിഹായുടെ പ്രവർത്തനങ്ങളിൽ ആ തിരുക്കുടുംബത്തിന്റെ നീതിമാനായ വിശുദ്ധ ഔസേപ്പ് പിതാവിന്റെ, തൊഴിലാളികളുടെ മധ്യസ്ഥനായ വിശുദ്ധ ഔസേപ്പ് പിതാവിന്റെ ശൈലി കാണുന്നതിൽ ഒട്ടും അതിശയോക്തി തോന്നാനിടയില്ല. മേലിൽ പാപം ചെയ്യരുത് എന്ന് സ്നേഹത്തോടെ ശാസിക്കുമ്പോൾ, നിങ്ങളിൽ പാപം ചെയ്യാത്തവരുടെ കല്ലെറിയട്ടെ എന്ന് നീതിപൂർവമായി വിധിക്കുമ്പോൾ, ഈ ലോകം മുഴുവൻ നേടിയാലും നിന്റെ ആത്മാവ് നഷ്ടമായാൽ നിനക്ക് യാതൊന്നുമില്ല എന്ന് ഉദ്ബോധിപ്പിക്കുമ്പോൾ, നീതിക്ക് വേണ്ടി വിശക്കും ദാഹവും അനുഭവിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ സംതൃപ്തരാകുമെന്ന് പഠിപ്പിക്കുമ്പോൾ, ഈ ലോകത്തിന്റെ സമ്പത്ത് മുഴുവൻ വെച്ച് നീട്ടിയപ്പോൾ അത് സ്വീകരിക്കാതിരുന്നപ്പോൾ, നസ്രത്തിലെ ആ ചെറുപ്പക്കാരന് നീതിമാനായ ആ കാവൽക്കാരന്റെ സാദൃശ്യം വരുന്നതിൽ ഒട്ടും അതിശയോക്തി തോന്നാനിടയില്ല. വിശുദ്ധ ഗ്രന്ഥത്തിൽ ഔസേപ്പ് പിതാവിനെ സംസാരിക്കുന്നതായി നമ്മൾ ഒരിടത്തും കണ്ടിട്ടില്ല. അതായത് അത് നൽകുന്ന വലിയൊരു സന്ദേശമുണ്ട്. വാക്കുകളല്ല, പ്രവൃത്തിയും ജീവിതവുമാണ് ഒരാൾ സന്ദേശമായി സമൂഹത്തിന് പകർന്നു നൽകേണ്ടത്. വിനയപൂർവമായി എന്നാൽ സത്യസന്ധമായി നമ്മുടെ തൊഴിലിടങ്ങളിലായിരിക്കാം. തൊഴിലിന്റെ, അധ്വാനത്തിന്റെ, വിയർപ്പിന്റെ മഹത്വം ചേർത്ത് പിടിച്ചുകൊണ്ട് എളിയവരെ നമുക്ക് ചേർത്ത് പിടിക്കാം. വിശുദ്ധ ഔസേപ്പ് പിതാവിന്റെ അനുഗ്രഹവും എല്ലാവർക്കും ഉണ്ടാകട്ടെ. നമസ്കാരം.